നെയ്യ് പുരട്ടിയെടുത്ത നല്ല മുരുമുര ദോശയും കല്ലിൽ തിരിച്ച് മറിച്ചുമിട്ട് നല്ല മുരിഞ്ഞ ദോശയും ആവി പറക്കുന്ന നല്ല സോഫ്റ്റ് ഇഡലിയും കൂട്ടിയൊരു ബ്രേക്ക്ഫാസ്റ്റ് എത്ര രുചികരമാണെന്നറിയാമോ? അതിൻ്റെ കൂടെ നാളികേര അരച്ച ചട്നി, വറവിട്ട നല്ല കട്ടിയുള്ള ചട്നി, കൂട്ടത്തിൽ നല്ലൊരു നാടൻ സാമ്പാറും നമ്മുടെ ചട്നിയൊക്കെ നമുക്ക് ഓരോ സൈഡ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ദോശയും ആവി പറക്കുന്ന ഇഡലിയും രാവിലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മുരിഞ്ഞ ദോശയും നല്ല ഇഡലിയും, സോഫ്റ്റ് ഇഡലിയും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇഡ്ഡലി ഉള്ളപ്പോൾ എന്തിനാണ് ദോശ ഉള്ളപ്പോൾ എന്തിനാണ് ഇഡ്ഡലി എന്ന് ചിന്തിക്കും എല്ലാവരും, അല്ലേ? അപ്പോൾ മക്കളൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോഴല്ലേ അവർക്ക് ഇഷ്ടമുള്ള സ്വാദോടുകൂടി, ഒരാൾക്ക് ദോശയായിരിക്കും ഇഷ്ടം, മറ്റൊരാൾക്ക് ഇഡ്ഡലി ആയിരിക്കും ഇഷ്ടം, ഒരാൾക്ക് ചമ്മന്തിയാണെങ്കിൽ മറ്റൊരാൾക്ക് സാമ്പാറായിരിക്കും ഇഷ്ടം. അപ്പം അതനുസരിച്ചിട്ടാണ് ഇന്നിവിടെ മക്കൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിനോടൊപ്പം നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ? പാല് നന്നായിട്ട് തിളപ്പിച്ചെടുത്തത്, നല്ല പശുവിൻ പാലാണ് കേട്ടോ. നന്നായി തിളപ്പിച്ചെടുത്ത പാലിലേക്ക് ബൂസ്റ്റ് വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു. രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞതാണ്, ഓരോ ചായയൊക്കെ എല്ലാവരും കുടിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ ബൂസ്റ്റ് ഉണ്ടാക്കി രണ്ടാൾക്കും കൊടുക്കാമെന്ന്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇഡ്ഡലി ദോശയ്ക്കൊപ്പം നമുക്ക് ഓരോ ബൂസ്റ്റും കൂടി അങ്ങോട്ട് കുടിക്കാം. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണം.